നമസ്കാരം. CPIMന്റെ ജനകീയ പ്രതിരോധം, സിനിമാ പുരസ്കാരത്തിന്റെ ക്ഷീണത്തിൽ അവശനായിരിക്കുന്ന തിരുവഞ്ചൂർ, VD സതീശന്റെ ഉമ്മൻചാണ്ടി സ്നേഹം, പിന്നെ ഒരു സുഹൃത്ത് സംഗമവും. കാഴ്ചകൾ നിരവധിയുണ്ട്. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയസമീപനങ്ങൾക്കെതിരായ CPIMന്റെ പ്രക്ഷോഭം നാടിനെ പിടിച്ചുലച്ചു കളഞ്ഞു. ഉമ്മൻചാണ്ടിയും നരേന്ദ്രമോദിയുമെല്ലാം പേടിച്ചോടേണ്ട സ്ഥിതിയിലാണ്. എന്തായാലും മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ലക്ഷങ്ങളെ അണിനിരത്തിയ സമരം ഉദ്ഘാടനം ചെയ്യാൻ സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ നിന്ന് പറന്നിറങ്ങി. VSന്റെയും പിണറായിയുടെയും പോര് നിന്നിട്ട് നേരമില്ല എന്നതാണ് പുതിയ ജനറൽ സെക്രട്ടറിയുടെയും അവസ്ഥ. എന്തായാലും ഈ വരവിൽ പാർട്ടിയെ നന്നാക്കിയിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് യെച്ചൂരി പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ സമരത്തിലേക്ക് കടക്കാം. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനും ഉദ്ഘാടന പ്രസംഗത്തിനും നേരമായി. കോടിയേരി, പിണറായി വിജയൻ തുടങ്ങി വമ്പൻ സഖാക്കൾ ഒന്നിച്ച് അണിനിരന്നു കഴിഞ്ഞു. അടുത്തതായി എന്റെ അധ്യക്ഷ പ്രസംഗമാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനം പറഞ്ഞോളാം. അടുത്തതായി ഡോക്ടർ പശുപതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം യു ടു ഓൾ. സോറി ട്ടാ, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. കുട്ടിയിലെടുക്കട്ടെ, എന്നെ വരിയെടുക്കാം. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ജീവിതം. Don't play boys. Don't play boys. അലമുണ്ടാക്കണ്ട. സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറയും. പറയുന്ന എല്ലാവരും ഏറ്റു പറയണം. ആ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ എല്ലാവരും എണീച്ചു നിന്ന് മുഷ്ടി മുന്നോട്ട് ചുരുട്ടി പിടിച്ചുകൊണ്ട് ആ പ്രതിജ്ഞ ഏറ്റു ചൊല്ലണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. വർത്തമാനകാല ദുരിതാവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കുവാനുള്ള സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ ഹൃദയം പോക്കണംകോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. യോഗം അവസാനിക്കുന്നു. ഇമാതിരി പ്രതിജ്ഞകളുമായി ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ മറക്കണ്ട. ആചാര സമരങ്ങളിലേക്ക് മടങ്ങാതെ ഒത്തുതീർപ്പുകൾ മാറ്റിവെച്ച് പുതിയ കാൽവെപ്പ് നടത്തേണ്ട നേരമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക നാളുകളില്ലല്ലോ. CPIM ഇങ്ങനെ പ്രതിജ്ഞയൊക്കെ ചൊല്ലി പോരാടുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവശനാണ്. ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. പ്രഖ്യാപനത്തിനിടെ മന്ത്രിയുടെ നാവിൽ നിന്ന് വീണ അബദ്ധങ്ങൾക്ക് അപ്പുറത്ത് പുരസ്കാരത്തിന് അർഹരായവരുടെ യോഗ്യതയാണ് ഏറ്റവും ഒടുവിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിൽ കളിയാക്കലുകളുടെ പൂരമാണ്. നിവിൻ പോളി മുതൽ നസ്രിയ വരെ കളിയാക്കലുകളുടെ ഇരകളുമാണ്. മുന്നറിയിപ്പിലെ മമ്മൂട്ടിയും അപ്പോത്തിക്കിരിയിലെ ജയസൂര്യയും മികച്ച അഭിനയം കാഴ്ചവെച്ച് അവാർഡിനായി കാത്തിരുന്നവരാണെന്നും അവരെ അപ്പാടെ തഴഞ്ഞുവെന്നുമാണ് ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം. എന്തായാലും തിരുവഞ്ചൂർ എല്ലാം കേട്ട് ചിരിയോ ചിരിയാണ്. നിവിൻ പോളിയുടെ പുരസ്കാരത്തിന് ഇടയാക്കിയ പ്രകടനം കണ്ട് കണ്ണീരണിഞ്ഞ എതിർ ഫാൻസുകാർ കളി തുടങ്ങി എന്നാണ്. യഥാർത്ഥത്തിൽ മുന്നറിയിപ്പിലെ മമ്മൂട്ടിക്കാണ് അവാർഡ് ലഭിച്ചിരുന്നതെങ്കിൽ അപ്പോത്തിക്കരിയിലെ ജയസൂര്യയെ തഴഞ്ഞു എന്ന പരാതി വരും. ഇനി ജയസൂര്യയ്ക്ക് കൊടുത്താലോ താരരാജാവിന്റെ ഫാൻസുകാർ വലിച്ചു കീറും. എന്തായാലും നിവിൻ പോളിക്ക് പുരസ്കാരം കൊടുത്തതുകൊണ്ട് പ്രതിഷേധിക്കാൻ മമ്മൂട്ടി ജയസൂര്യ സ്നേഹികൾക്ക് ഒരുമിക്കാം എന്നൊരു സാധ്യത തിരുവഞ്ചൂർ തുറന്നുകൊടുത്തു. അതെങ്കിലും സമ്മതിച്ചേ മതിയാവൂ. സമരങ്ങൾ പലവിധമുണ്ട്.
പ്രധാന പാർട്ടിക്കെതിരെ പോഷക സംഘടനകൾ നടത്തുന്ന സമരം, നേതാക്കൾക്കെതിരെ കുട്ടി നേതാക്കൾ നയിക്കുന്ന സമരം, ഒറ്റയാൾ സമരങ്ങൾ, ഇങ്ങനെ പലവിധം. ആഭ്യന്തര പോരാട്ടത്തിന്റെ ഭാഗമായി നിത്യേന സമരം ചെയ്യുന്ന പതിവുള്ളത് കോൺഗ്രസുകാർക്കാണ്. അടൂർ പ്രകാശിനെതിരെ VD സതീശൻ, ഉമ്മൻചാണ്ടിക്കെതിരെ VM സുധീരൻ തുടങ്ങി നേതാക്കളുടെ സമരങ്ങളാണ് കൂടുതലായി കാണുക. ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്നത് INTUC അഖിലേന്ത്യാ പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ R ചന്ദ്രശേഖരനാണ്. സ്വന്തം സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ പാടുപെടുന്നതിനിടെ തോന്നിയ ഐഡിയയാണ് ഉമ്മൻചാണ്ടിക്കെതിരായ സമരം. അപ്പോഴതാ വരുന്നു സമരത്തിന് വഴികാട്ടാൻ സഖാവ് ആനത്തലവട്ടം ആനന്ദൻ. പുതിയ സുഹൃത്തിനെ കിട്ടിയതോടെ ചന്ദ്രശേഖരനും കൂട്ടരും ആഞ്ഞാഞ്ഞു മുദ്രാവാക്യം വിളിച്ചു കളഞ്ഞു. സുഹൃത്ത് ഉള്ളിലിഷ്ടം ബഹുത്ത്, മനസ്സിൻ മടിയിലല്ലേ എന്നും ഇരിപ്പ്, കടലിൻ അലയിൽ അവൻ പച്ചത്തുരുത്ത്, സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്. കശുവണ്ടി തൊഴിലാളികളുടെ കോർപ്പറേഷന്റെ ചെയർമാൻ കൂടിയാണ് ശ്രീ ചന്ദ്രശേഖരൻ. 6 മാസമായി ഫാക്ടറികൾ അടച്ചു കിടക്കുകയാണ്. തൊഴിലാളിക്ക് പണിയില്ല. ഇപ്പോൾ ഓണം വരികയാണ്. കഷ്ടിച്ച് 2 ആഴ്ചയാണ് ഉള്ളത്. ആ ഓണത്തിന് മുമ്പ് അവർക്ക് ബോണസ് കൊടുക്കണം, അഡ്വാൻസ് കൊടുക്കണം. ഇതൊക്കെ ചെയ്യാതെ ഒരു തൊഴിലാളി പ്രവർത്തകൻ എങ്ങനെയാണ് ആ സ്ഥാപനത്തിന്റെ മേധാവിയായി അവിടെ ഇരിക്കാൻ കഴിയുക? ആ ഔചിത്യമാണ് ശ്രീ ചന്ദ്രശേഖരൻ ഇവിടെ കാണിക്കുന്നത്. ആനത്തലവട്ടത്തിന്റെ തലവെട്ടം കണ്ടതോടെ പ്രിയ സുഹൃത്തിന് പിടിവിട്ടുപോയി. ചന്ദ്രശേഖരന് ആവേശം പരകോടിയിലുമായി. ചന്ദ്രശേഖരന്റെ സ്നേഹം കണ്ട ആനത്തലവട്ടമുണ്ടോ അടങ്ങുന്നു. കോൺഗ്രസുകാരനാണ്, ഐ ഗ്രൂപ്പുകാരനാണ് എന്നൊന്നും നോക്കിയില്ല. ചന്ദ്രശേഖരനെ ആഞ്ഞാഞ്ഞു പുകഴ്ത്തി. ചന്ദ്രശേഖരന്റെ ആവശ്യങ്ങൾ ഉടൻ അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ സഖാക്കൾ ഒന്നടങ്കം രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. സുഹൃത്ത് ഉള്ളിലിഷ്ടം ബഹുത്ത്, മനസ്സിൻ മടിയിലല്ലേ എന്നും ഇരിപ്പ്, കടലിൻ അലയിൽ അവൻ പച്ചത്തുരുത്ത്, സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്. ഭരിക്കുന്നവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 30 കോടി രൂപ കാഷ്യൂ കോർപ്പറേഷന് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഫൈനാൻസിന്റെ ചുമതലയുള്ള എബ്രഹാം കൊടുക്കുന്നില്ല എന്നാണ്. എംബ്രാൻ കൽപ്പിച്ചാലും പൂജാരിമാർ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു തോന്നിയമാസമാണ് കാണിക്കുന്നത്. തൊഴിലാളിയുടെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പിടിവാശിയുള്ള, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും കോടാനുകോടി രൂപ പാഴ്ചെലവ് നടത്താൻ അനുമതി കൊടുക്കുന്നതിന് ഫൈനാൻസിലെ മന്ത്രിക്കോ ഫൈനാൻസ് വകുപ്പിനോ ഒരു തടസ്സവുമില്ലല്ലോ. ഈ തൊഴിലാളികൾ 6 മാസം പണിയില്ലാതിരുന്നാൽ എങ്ങനെ അവർ ജീവിക്കും? നീ പാടും പാട്ടിത് സ്നേഹത്തിൻ കൂടിത്, പൂമ്പാട്ടുരുമാലിത്, സുഹൃത്ത് ഓ സുഹൃത്ത് ഓ, തോരാത്ത മഴയിൽ കൂടെ വന്ന് കൂട്ടിരിക്കും തോഴൻ. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ നിരവധി പടവുകൾ കടിഞ്ഞിട്ടാണ് ഈ സത്യഗ്രഹത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ഒരു തൊഴിലാളി നേതാവിന് ഇതല്ലാതെ വേറെ മാർഗമില്ല. ഇല്ലെങ്കിൽ ശ്രീ ചന്ദ്രശേഖരനാണ്, കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാനാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നുള്ള ബോധമായിരിക്കും തൊഴിലാളികളെ നയിക്കുക. ശ്രീ ഉമ്മൻചാണ്ടിയുടെ അടക്കമുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തു പകരാനാണ് ശ്രീ ചന്ദ്രശേഖരൻ ഈ പണി ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ INTUCയിലെ അവിടെയുള്ള കോൺഗ്രസ് തൊഴിലാളികൾക്ക് ഞങ്ങളുടെ നേതാവ് പോയി സത്യഗ്രഹം കിടക്കുകയാണ്. മാത്രം മറ്റുള്ളവരുടെ പ്രചരണം നടത്താൻ INTUCക്ക് ഒരു സൗകര്യം കിട്ടുന്നതാണ്. ആ നിലയിൽ ഈ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്നതാണ്, കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നതാണ് ചന്ദ്രശേഖരൻ എടുത്തിരിക്കുന്ന അടവ്. ചന്ദ്രശേഖരൻ ഇങ്ങനെ വന്ന് കിടക്കുന്നതിന് അത് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം ചന്ദ്രശേഖരൻ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമരം പിൻവലിപ്പിക്കാൻ സർക്കാർ സഹായിക്കണം, മുന്നിട്ടിറങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാ ആശംസകളും CIT പ്രസ്ഥാനത്തിൻ്റെതായി ചന്ദ്രശേഖരന് നൽകും. ബഹുമാനായ സുഹൃത്ത് ഉള്ളിലിഷ്ടം ബഹുത്ത്, മനസ്സിൻ മടിയിലല്ലേ എന്നും ഇരിപ്പ്, കടലിൻ അലയിൽ അവൻ പച്ചത്തുരുത്ത്, സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ജയ് ഹിന്ദ്. രാഷ്ട്രീയത്തിൽ അസാധാരണമായ ഇത്തരം യോജിപ്പുകൾ തൊഴിലാളി സംഘടനകളിലാണ് സമീപകാലത്തായി കണ്ടുവരുന്നത്. രാഷ്ട്രീയ കാര്യസാധ്യത്തിനും ഗ്രൂപ്പ് മേധാവിത്വം സ്ഥാപിച്ചെടുക്കുന്നതിനും മാത്രമല്ലാതെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കൂട്ടുകെട്ടുകളാണ് ഇതൊക്കെയെങ്കിൽ ലാൽ സലാം. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് വിലപ്പെട്ട രേഖയുമായി ശിവൻകുട്ടി. തലസ്ഥാന നഗരത്തിലെ പത്രക്കാരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. വേഗം ചെന്ന് നിന്റെ തലക്കകത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിട്ട് വാ. ആവോലി ഫ്രൈ
2080 രൂപ, അങ്ങനെ ഒരു ആവലി ഉണ്ടാകും. 2080 രൂപയുടെ 5200 രൂപ.